Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ഫിലിപ്പ് മമ്പാർഡ് മോട്ടിവേഷണൽ സ്പീക്കർ, ഇൻഫ്ലുവൻസർ ആൻഡ് എക്സ് കേരള കോപ്പ്. മോട്ടിവേഷണൽ എന്നാൽ പ്രചോദനാത്മകമായ, ഇൻഫ്ലുവൻസർ എന്നാൽ സോഷ്യൽ മീഡിയ വഴി ആളുകളെ സ്വാധീനിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം. എക്സ് കേരള കോപ്പ്, കോപ്പ് എന്നാൽ ഇവിടെ പോലീസ് എന്നുള്ള അർത്ഥമാണ്. മുൻ പോലീസ് ഉദ്യോഗസ്ഥനും പ്രചോദനാത്മകമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്ന വ്യക്തിയുമായിട്ടുള്ള, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകളെ സ്വാധീനിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഫിലിപ്പ് മമ്പാർഡ് അറസ്റ്റഡ്. അദ്ദേഹം അറസ്റ്റിലായി. ഫോർ അലേജഡ്ലി മൊളസ്റ്റിംഗ് 16-year-old മൈനർ. മൊളസ്റ്റ് എന്നാൽ പീഡിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. മൈനർ എന്നാൽ പ്രായപൂർത്തിയാകാത്ത വ്യക്തി. 16 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് ഇദ്ദേഹത്തെ പറ്റി ആരോപിക്കപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്നും നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. പോലീസ് ഹാവ് അറസ്റ്റഡ്. പോലീസ് അറസ്റ്റ് ചെയ്തു ഫിലിപ്പ് മമ്പാർഡ്. ഫിലിപ്പ് മമ്പാർഡിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എ ഫോർമർ പോലീസ് ഓഫീസർ. അദ്ദേഹം മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഫോർമർ എന്നാൽ മുൻ. ആൻഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വ്യക്തികളെ സ്വാധീനിക്കുന്ന വ്യക്തിയുമാണ്. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻ കണക്ഷൻ വിത്ത് ദ മൊളസ്റ്റേഷൻ. ഒരു പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതിയിൽ ഓഫ് എ 16-year-old ഗേൾ. ഒരു 16 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദ കേസ് വാസ് രജിസ്റ്റേർഡ്. കേസ് രജിസ്റ്റർ ചെയ്തു. ആഫ്റ്റർ അതിനെ തുടർന്ന് അതിനുശേഷം ദ മൈനർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഫൈൽഡ് എ കംപ്ലൈൻറ്റ് ഒരു പരാതി നൽകി. ത്രൂ ചൈൽഡ് ലൈൻ മുഖേന ഒരു പരാതി നൽകി. അതിനെ തുടർന്നാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ആക്ടിംഗ് ഓൺ ദി ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്നാൽ വിവരം. ആക്ടിംഗ് ഓൺ ദി ഇൻഫർമേഷൻ എന്നാൽ അർത്ഥം ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. വിവരം ലഭിച്ചതിന് ശേഷം അതനുസരിച്ച് പ്രവർത്തിക്കുക. ആക്ടിംഗ് ഓൺ ദി ഇൻഫർമേഷൻ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദ നിലമ്പൂർ പോലീസ് പ്രോംപ്റ്റ്ലി രജിസ്റ്റേർഡ് എ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. പ്രോംപ്റ്റ്ലി എന്നാൽ പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്. പെട്ടെന്ന് തന്നെ നിലമ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഒരു FIR രജിസ്റ്റർ ചെയ്തു. ആൻഡ് ലോഞ്ച്ഡ് എന്നിട്ട് ആരംഭിച്ചു ആൻ ഇൻവെസ്റ്റിഗേഷൻ. ഒരു അന്വേഷണം പെട്ടെന്ന് തന്നെ നിലമ്പൂർ പോലീസ് ആരംഭിച്ചു. ലോഞ്ച്ഡ് എന്നാൽ ആരംഭിച്ചു. ഡ്യൂറിങ് ദ പ്രോബ് എന്നാൽ അന്വേഷണം. ഡ്യൂറിങ് എന്നാൽ അതിനിടയിൽ. ഡ്യൂറിങ് ദ പ്രോബ് അന്വേഷണത്തിനിടയിൽ അതോറിറ്റീസ് അധികാരികൾ കളക്റ്റഡ് ക്രൂഷ്യൽ എവിഡൻസ്. കളക്റ്റഡ് എന്നാൽ ശേഖരിച്ചു. ക്രൂഷ്യൽ എവിഡൻസ്. ക്രൂഷ്യൽ എന്നാൽ നിർണായകമായ എവിഡൻസ് എന്നാൽ തെളിവ്. നിർണായകമായിട്ടുള്ള തെളിവുകൾ അന്വേഷണത്തിനിടയിൽ അധികാരികൾ ശേഖരിച്ചു. ഫ്രം ദ അക്യൂസ്ഡ് ഹൗസ്. അക്യൂസ്ഡ് എന്നാൽ പ്രതിയുടെ വീട്ടിൽ നിന്നും നിർണായകമായിട്ടുള്ള തെളിവുകൾ അധികാരികൾ ശേഖരിച്ചു അന്വേഷണത്തിനിടയിൽ. ദി എവിഡൻസ് തെളിവ്. കൺഫേംഡ് ആ തെളിവുകൾ സ്ഥിരീകരിച്ചു. ദാറ്റ് ദ ഗേൾ ഹാഡ് ട്രാവൽഡ് ആ പെൺകുട്ടി യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ടുഗദർ ഒരുമിച്ച് വിത്ത് മമ്പാർഡ്. ഈ ഫിലിപ്പ് മമ്പാർഡിൻ്റെ കൂടെ പെൺകുട്ടി ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ തെളിവുകൾ സ്ഥിരീകരിച്ചു. ദ പോലീസ് ടുക്ക് മമ്പാർഡ് ഇൻ ടു കസ്റ്റഡി. ഫിലിപ്പ് മമ്പാർഡിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫ്രം നിലമ്പൂർ യെസ്റ്റർഡേ ഇന്നലെ നിലമ്പൂരിൽ നിന്നും അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓഫീസേഴ്സ് സ്റ്റേറ്റഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദാറ്റ് ദ അറസ്റ്റ് വാസ് ക്യാരിഡ് ഔട്ട് എന്നാൽ നിർവഹിക്കുക എന്നുള്ള അർത്ഥമാണ്. ഈ അറസ്റ്റ് നിർവഹിച്ചു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ആഫ്റ്റർ അതിനെ തുടർന്ന് ദി അക്യൂസ്ഡ് പ്രതിയായിട്ടുള്ള ഫിലിപ്പ് മമ്പാർഡ്
ത്രട്ടൺ ടു കമ്മിറ്റ് സൂയിസൈഡ്. കമ്മിറ്റ് സൂയിസൈഡ് എന്നാൽ ആത്മഹത്യ ചെയ്യുക, ത്രട്ടൺ എന്നാൽ ഭീഷണിപ്പെടുത്തുക. അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് ഈ പ്രതി ഭീഷണി മുഴക്കി. അതിനെ തുടർന്നാണ് ഈ അറസ്റ്റ് ചെയ്തത്, അദ്ദേഹത്തെ അറസ്റ്റ് നിർവഹിച്ചത് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. The FIR has now been handed over to the നിലമ്പൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. ഈ FIR നിലമ്പൂർ ഹൗസ് ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട്. ഹാൻഡ് ഓവർ എന്നാൽ കൈമാറുക. അദ്ദേഹത്തിൻ്റെ പേര് ബിനു എന്നാണ്. അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട്. ഫോർ ഫേർദർ പ്രൊസീഡിങ്സ്. പ്രൊസീഡിങ്സ് എന്നാൽ നടപടിക്രമങ്ങൾ എന്നുള്ള അർത്ഥമാണ്. കൂടുതൽ നടപടിക്രമങ്ങൾക്ക് വേണ്ടി, ഫേർദർ എന്നാൽ കൂടുതലായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ FIR നിലമ്പൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട്. ദി ഇൻവെസ്റ്റിഗേഷൻ ടീം റിവീൽഡ്. ഈ അന്വേഷണ സംഘം തെളിയിച്ചു ദാറ്റ് മെമ്പാർഡ് ഹാഡ് ദ 16-year-old അണ്ടർ ഹിസ് കെയർ ഫോർ കൗൺസിലിംഗ്. അന്വേഷണ സംഘം വെളിപ്പെടുത്തി ഈ ഫിലിപ്പ് മെമ്പാർഡ് ഈ 16 വയസ്സുകാരിയെ കൗൺസിലിങ്ങിനായിട്ട് തൻ്റെ പരിചരണത്തിൽ വച്ചിരുന്നു എന്ന് ഈ അന്വേഷണ സംഘം തെളിയിച്ചു. അവർ വെളിപ്പെടുത്തി. അണ്ടർ ഹിസ് കെയർ എന്നാൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലും സംരക്ഷണത്തിലും എന്നുള്ള അർത്ഥമാണ്. ഫോർ കൗൺസിലിംഗ് എന്നാൽ കൗൺസിലിംഗ് നൽകുന്നതിനായിട്ട്. ഹി അലേജഡ്ലി അബ്യൂസ്ഡ് ദ ട്രസ്റ്റ് പ്ലേസ്ഡ് ഇൻ ഹിം. അലേജഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്നത് പ്രകാരം. അബ്യൂസ്ഡ് ദ ട്രസ്റ്റ് പ്ലേസ്ഡ് ഇൻ ഹിം. ഇതിനർത്ഥം അദ്ദേഹത്തിൻ്റെ മേലിലുള്ള വിശ്വാസത്തെ അദ്ദേഹം ദുരുപയോഗം ചെയ്തു എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ടുക്ക് ദ ഗേൾ ടു കാഞ്ഞങ്ങാട് ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിലേക്ക് അദ്ദേഹം ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി. ദി അലേജ്ഡ് റേപ്പ് ടുക്ക് പ്ലേസ് ഇൻ എ ലോഡ്ജ് റൂം ദർ. ആരോപിക്കപ്പെടുന്ന ഈ പീഡനം, ബലാത്സംഗം അത് ഈ സ്ഥലത്തുള്ള ഒരു ലോഡ്ജിലാണ് നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. അബ്യൂസ്ഡ് ദ ട്രസ്റ്റ് എന്നാൽ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തു. ടുക്ക് ദ ഗേൾ ടു കാഞ്ഞങ്ങാട് ഇൻ കാസർഗോഡ്. പെൺകുട്ടിയെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് അർത്ഥം. അലേജ്ഡ് റേപ്പ് ടുക്ക് പ്ലേസ് ഇൻ ലോഡ്ജ് റൂം. ലോഡ്ജ് മുറിയിൽ പീഡനം നടന്നു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. ദ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീം. പോലീസ് അന്വേഷണ സംഘം ഈസ് നൗ ഫോക്കസ്ഡ്. ഈ പോലീസ് അന്വേഷണ സംഘം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അഡീഷണൽ എവിഡൻസ്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിലാണ് ഈ അന്വേഷണ സംഘം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. റിലേറ്റഡ് ടു ദി ഇൻസിഡൻറ്റ് ആൻഡ് എക്സാമിനിങ് അതർ ആസ്പെക്ട്സ് ഓഫ് ദ കേസ്. എക്സാമിനിങ് അതർ ആസ്പെക്ട്സ് ഓഫ് ദ കേസ്. ഇതിനർത്ഥം കേസിൻ്റെ മറ്റ് ഭാഗങ്ങളും വശങ്ങളും പരിശോധിക്കൽ എന്നുള്ള അർത്ഥമാണ്. റിലേറ്റഡ് ടു ദി ഇൻസിഡൻറ്റ് എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും കേസിൻ്റെ മറ്റു വശങ്ങൾ പരിശോധിക്കുന്നതിനുമായിട്ടാണ്. അതിനാണ് ഇപ്പോൾ പോലീസ് കൂടുതൽ ഈ അന്വേഷണ സംഘം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്.